ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഒരു സുന്ദരിയായ വാൻഡ ഓർക്കിഡാണ്. അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ ആ ഒരു വലിപ്പവും കളറൊന്നും ശരിക്കും ഈ വീഡിയോയിൽ കിട്ടുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. വീഡിയോയിലൊന്നും മാത്രമല്ല, ഫോട്ടോ എടുക്കുമ്പോഴായാലും നമുക്ക് വാൻഡ ഓർക്കിഡിൻ്റെ ഭംഗി, അതേപോലെ തന്നെ ആ പെറ്റൽസിൻ്റെ സൈസൊന്നും ശരിക്കും കാണിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നാറുണ്ട്. അപ്പോൾ പെറ്റൽസൊക്കെ നല്ല വലുപ്പമുള്ള നല്ല കട്ടിയുള്ള പെറ്റൽസാണ് കേട്ടോ ഇതിന് വരുന്നത്. മറ്റുള്ള ഓർക്കിഡുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ബാസ്ക്കറ്റ് വാൻഡയ്ക്ക് പ്രത്യേകിച്ച് പോട്ടി മിക്സ് ഒന്നും വേണ്ട എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ബാസ്ക്കറ്റ് വാൻഡയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്. യാതൊരു പോട്ടി മിക്സും ഇല്ലാതെ നല്ലൊരു ക്ലൈമറ്റും നല്ല പ്രോപ്പറായിട്ടുള്ള വാട്ടറിങ്ങും ഫെർട്ടിലൈസറും ഒക്കെ ഉണ്ടെങ്കിൽ വർഷത്തിൽ നമുക്ക് 2-3 തവണ നല്ല കൊലയായിട്ട് നല്ല അടിപൊളി പൂക്കൾ തരും. അത്രയും അട്രാക്റ്റീവായ കളേഴ്സും അതേപോലെ തന്നെ പെറ്റൽസിൻ്റെ വലുപ്പവും ഫ്ലവറിൻ്റെ വലുപ്പവും ഭംഗിയൊക്കെ എല്ലാവരെയും ആകർഷിക്കുന്നതാണ്. അപ്പോൾ ഫ്ലവർ ഇല്ലാത്ത സമയത്താണെങ്കിൽ പോലും പോട്ടി മിക്സ് ഒന്നും ഇല്ലാതെ നമ്മളിങ്ങനെ ഹാങ് ചെയ്തിടുന്ന സമയത്ത് ഇതിൻ്റെ റൂട്ട് ഇങ്ങനെ താഴോട്ട് നല്ല നീളൻ മുടി പോലെ താഴോട്ട് കിടക്കുമ്പോൾ അതൊരു പ്ലാന്റിന് ഒരു പ്രത്യേക അട്രാക്ഷൻ കൊടുക്കുന്നതും ആ റൂട്ട് തന്നെയാണെന്ന് പറയും. അപ്പോൾ പണ്ടത്തേക്കാളും ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസാണ് കേട്ടോ ഓരോ മാസവും നമുക്കിങ്ങനെ മാർക്കറ്റിൽ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പണ്ട് ഏറ്റവും കൂടുതൽ നല്ല വലിപ്പമുള്ള വാണ്ടകളായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു മീഡിയം സൈസും അതുപോലെ തന്നെ തീരെ ചെറിയ സൈസ് പൂക്കളൊക്കെ ആയിട്ട് ഭയങ്കര ക്യൂട്ടായ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് കുഞ്ഞ് ടൈപ്പ് വാൻഡാസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആസ്കോസൻ്റെ അങ്ങനെയൊക്കെ പറഞ്ഞ് കുഞ്ഞ് മിനിയേച്ചർ ടൈപ്പ് വാൻഡകളും നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വാൻഡയുടെ കെയറിങ്ങോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. ഇന്ന് നമ്മളൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള വാൻഡകളാണ് ഇപ്പോൾ കാണിച്ചു പോകുന്നത് എല്ലാം തന്നെ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയ പ്ലാന്റുകളാണ്. അപ്പോൾ ചില വാൻഡകളിലൊക്കെ ഓൾറെഡി ബഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ്, ചിലതിലൊക്കെ ഒരു കുഞ്ഞി തൈയൊക്കെ വരുന്നുണ്ട് കേട്ടോ ചില വെറൈറ്റികൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വാൻഡകളുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 750 രൂപ മുതലാണ്. 750 ആണ് നമ്മുടെ വാൻഡകളുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓർക്കിഡിനെ കുറിച്ചും വാൻഡയെ കുറിച്ചൊക്കെ അറിയാവുന്ന എല്ലാവർക്കും അറിയുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് ഓർക്കിഡും അതുപോലെ തന്നെ സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ വാൻഡയൊക്കെ അത്യാവശ്യം ഒരു റേറ്റ് വരുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ 750 രൂപയാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. അതേപോലെ തന്നെ കുറച്ച് സ്പെഷ്യൽ വെറൈറ്റികൾ വരുന്നുണ്ട്, 3-4 സ്പെഷ്യൽ വെറൈറ്റി വരുന്നുണ്ട്. അതിൻ്റെ റേറ്റ് വരുന്നത് 1400 രൂപയാണ്. ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ പ്രൈസ് വരുന്നത്. അപ്പോൾ നോർമൽ വെറൈറ്റീസൊക്കെ ആ ഒരു 750 ആ ഒരു റേഞ്ചിലൊക്കെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലൂ കളർ വാൻഡയിലാണ് നമ്മുടെ സെയിലിൻ്റെ ഏതൊക്കെയാണുള്ളതെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണിച്ചു പോകുന്ന ഫോട്ടോസാണ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള വാൻഡകൾ വരുന്നത്. നോർമലി നമ്മൾ കൊറിയർ അയക്കുന്നത് DTDC അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഓർക്കിഡിൻ്റെ പ്ലാന്റ് കൊറിയർ അയക്കുന്നേക്കാളും നമ്മുടെ വാൻഡ ഓർക്കിഡ് കൊറിയർ അയക്കുന്ന സമയത്ത് കൊറിയർ ചാർജിൽ ചെറിയൊരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് മറ്റുള്ള പ്ലാന്റ്സ് പോലെ നമ്മുടെ ബാസ്ക്കറ്റ് വാൻഡ ഒരുപാട് റോൾ ചെയ്തൊന്നും നമുക്ക് അയക്കാൻ സാധിക്കില്ല. കാരണം പ്ലാന്റിൻ്റെ ലീഫിന് ഡാമേജ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് അങ്ങനെ തന്നെ വെച്ച് പാക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ കൊറിയർ ചാർജിൽ നേരിയൊരു വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും വെറൈറ്റി സ്പെസിഫിക് ആയിട്ട് ഇഷ്ടമായിട്ട് അത് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് അയച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ വാൻഡയാണ് ആവശ്യമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മൾ വാൻഡയുടെ കാറ്റലോഗും ഡീറ്റെയിൽസും അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും തുടക്കക്കാർക്ക് മുതൽ പരീക്ഷിക്കാവുന്ന ഒരു ഓർക്കിഡ് തന്നെയാണ് നമ്മുടെ വാൻഡ ഓർക്കിഡ് എന്ന് പറയുന്നത്. കാരണം പോട്ടി മിക്സ് ശരിയായില്ല എന്നൊന്നും പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു ക്ലൈമറ്റ്, നമുക്ക് ഹ്യൂമിഡിറ്റി നിലനിർത്തുന്ന ഒരു ക്ലൈമറ്റ്, ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാതിരിക്കുക, എന്നാൽ നമുക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു വെളിച്ചം നമ്മുടെ വാൻഡകൾ പൂക്കാൻ ആവശ്യമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സെയിൽ വീഡിയോ എന്ന് പറയുന്നത്. ഏതെങ്കിലും പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ വാൻഡയുടെ മറ്റുള്ള ഡീറ്റെയിൽസ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ വാൻഡയുടെ കെയറിങ്ങും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാവാം. മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുക വരെ താങ്ക് യു.